എന്നെ സംബന്ധിച്ചത് ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് ആലോചിച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ബാംഗ്ലൂരുള്ള സമയത്ത് 2-3 ട്രൈ ചെയ്തു. കോമേഴ്സ് തന്നെ ട്രൈ ചെയ്തു. അത് കോമേഴ്സ് എന്ന് നമുക്ക് ജസ്റ്റ് +2 ബുക്കിൽ എന്താണ് കോമേഴ്സ്, എന്താണ് ഗ്ലോബലൈസേഷൻ എന്നൊക്കെ ആ ഒരു നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇവൻ ഇതെല്ലാം പഠിച്ചിട്ട് ഇവന് ഒരു പണിയുമില്ല ഇതുമില്ലാണ്ട് ഇങ്ങനെ കിടന്നുറക്കാണ്. അപ്പോൾ ഉമ്മ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ മോനെ എഴുന്നേക്കടാന്ന് പറയുമ്പോൾ തന്നെ ഉമ്മ പറയും. പക്ഷേ ഒരു ഉറപ്പുണ്ടായിരുന്നു, എന്ത് സാധനമായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടുന്നേലും തപ്പിയിട്ട് ഇനിയിപ്പോൾ 10 രൂപ നമ്മളെ പോക്കറ്റിൽ നിന്ന് പോയാലും പ്രശ്നമില്ല, ആ കസ്റ്റമറെ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് ഒരു വാശിയായിരുന്നു. പുറത്തുനിന്നുള്ള ആളുകൾക്ക് തോന്നും ഓൻ സ്വന്തം പരിപാടിയാണല്ലോ, ഓർക്ക് തോന്നിയ പോലെ പോയാൽ മതി, തോന്നുമ്പം വരാം. ലീഡേഴ്സ് ലോഞ്ചിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ZDubs.com ഓൺലൈൻ മാർക്കറ്റ് പ്ലേസിൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിങ് പാർട്ണറായിട്ടുള്ള സാജിർ ഇരിക്കൂറാണ്. വെൽക്കം സാജിർ. താങ്ക് യു. ഒരു ബിസിനസ്സുകാരനാവണമെന്ന് ഏത് സമയത്താണ് ആലോചിച്ച്? എന്നെ സംബന്ധിച്ചത് ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് ആലോചിച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അത് വളരെ ചെറുപ്പത്തിൽ ഞാൻ മദ്രസയിൽ നല്ലോണം പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ചെറിയ ചെറിയ സംഗതികൾ അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അന്നേ ഉണ്ടായിരുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഈ ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ബിസിനസ്സുകാരനാണ് ഏറ്റവും അടിപൊളി. ആ സമയത്ത് എൻ്റെ മനസ്സിലെന്താ അറിയോ, ഈ എന്തേലും ഒരു ജോലി ചെയ്യണമെന്നില്ല, ഒരു ബിസിനസ്സുകാരനാവണമെന്നില്ല, എന്തേലും ഒരു ബിസിനസ്സുകാരനാവണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അത് ആ സമയം മുതലേ ഉണ്ട്. പിന്നെ ഈ ചെറുപ്പത്തിൽ ഒരുപാട് ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ ചെയ്ത് വന്നു. പിന്നെ കുറേ ഇപ്പോൾ ബാംഗ്ലൂരുള്ള സമയത്ത് 2-3 ട്രൈ ചെയ്തു. കോമേഴ്സ് തന്നെ ട്രൈ ചെയ്തു. അത് കോമേഴ്സ് എന്ന് നമുക്ക് ജസ്റ്റ് +2 ബുക്കിൽ എന്താണ് കോമേഴ്സ്, എന്താണ് ഗ്ലോബലൈസേഷൻ എന്നൊക്കെ ആ ഒരു നമുക്ക് ആ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ഒരു ജസ്റ്റ് ഒരു ഇതുണ്ടല്ലോ, ഒരു കള്ളി ബോക്സിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ എന്താണ് കോമേഴ്സ്. ആ സമയത്ത് തുടങ്ങിയതാണ്. 2013 ഞാൻ ഫസ്റ്റ് കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. മൊട്ടാസ് ഹെറിറ്റേജ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കംപ്ലീറ്റ്ലി പ്യുവർലി ഓർഗാനിക് ബിവറേജസ് പിന്നെ വെജിറ്റബിൾസൊക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് 2013 എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ്? ബാംഗ്ലൂർ 2013. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് എങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ലാത്തതും പിന്നെ അന്ന് റിസോഴ്സസൊക്കെ എല്ലാം വളരെ പരിമിതമാണല്ലോ, അതാണ് അന്ന് സംഭവിച്ചിരിക്കുന്നത്. അതൊരു 1.5 വർഷം കഷ്ടിച്ച് ഞങ്ങൾ പരമാവധി കൊണ്ടുപോയി. പക്ഷേ അതിന് ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് ഓർഗാനിക് എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ ഇന്നൊക്കെ എല്ലാവർക്കും ഓർഗാനിക് എന്താണെന്നുള്ളത് അറിയാം. അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ടീച്ചറുണ്ടായിരുന്നു. ടീച്ചറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. സാജിർ വെരി ഗ്രേറ്റാണ്, ഇപ്പോൾ എല്ലാവരും ഇതിലോട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നൊക്കെ അവരന്നപ്പോൾ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പൂട്ടിപ്പോയി. അപ്പോൾ ബഹ്റൈനിലേക്ക് എത്തിയത് ഏത് വർഷമാണ്? ബഹ്റൈനിലേക്ക് എത്തിയത് 2017 ഒക്ടോബർ 3 ബഹ്റൈനിലെത്തുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ പറഞ്ഞ കോമേഴ്സ് ചെയ്തു പൂട്ടി. അതിനു മുമ്പ് ബേക്കറി ഉണ്ടായിരുന്നു ബാംഗ്ലൂർ, അത് പൂട്ടി. ചായക്കട ഉണ്ടായിരുന്നു, പക്ഷെ അത് പൂട്ടി എന്ന് പറയാൻ പറ്റില്ല. അതിന് മുമ്പ് ചെറിയ കച്ചവടങ്ങൾ പിന്നെ എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ? ഉണ്ട്. അതിൽ മെയിനായിട്ട് എനിക്ക് ഇപ്പോഴും ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളത് ഈ ഫ്ലവർ ഉണ്ടല്ലോ, ഇമ്പോർട്ടഡ് ഫ്ലവർ. നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് ഈ മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസൊക്കെ ഉപയോഗിക്കുന്ന പല ഫ്ലവേഴ്സ് ഉണ്ട്. ലില്ലി, ആന്തൂറിയം, ഓർക്കിഡ്, പിന്നെ കാർണേഷ്യ, ജെറിബ്ര, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ വെഡ്ഡിങ്ങിനൊക്കെ നമ്മൾ അലങ്കരിക്കുന്ന ഫ്ലവേഴ്സൊക്കെ ഇല്ലേ, അത് ബാംഗ്ലൂർ ഫ്ലവർ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വൈകുന്നേരങ്ങളിൽ ഈ കല്ലട, PK പോലെയുള്ള ബസ്സുകളിൽ എന്ത് ചെയ്യും, നല്ലപോലെ പാക്ക് ചെയ്തിട്ട് ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തേക്ക് സെൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ ഫ്രൂട്ട്സ്, ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ്, ബാംഗ്ലൂർ അറിയാമല്ലോ, ബാംഗ്ലൂർ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിളിൻ്റെയും ഒക്കെ മെയിൻ മാർക്കറ്റാണ് സൗത്ത് ഇന്ത്യ. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ അറൗണ്ട് ഒരു 3 o'clock ആകുമ്പോഴേക്ക് കോളേജ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ കോളേജിൽ പോയില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ടോയെന്ന് പറയാൻ പറ്റില്ല. കോളേജിൽ പോയിട്ടുണ്ട്. അപ്പം വൈകുന്നേരം 3-3:30 ആകുമ്പോഴേക്ക് മാർക്കറ്റിലേക്ക് വരും. മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് പൂവ് അല്ല കേട്ടോ, പൂവ് മോർണിംഗ് 3 o'clock നമ്മൾ വരണം. മോർണിംഗ് 3 to 7 ആണ് പൂ മാർക്കറ്റ്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ആവശ്യമുള്ള സാധനങ്ങൾ സോഴ്സ് ചെയ്യുക, അതിനുശേഷം പാക്ക് ചെയ്യുക, എന്നിട്ട് വൈകുന്നേരങ്ങളിൽ വണ്ടിയിൽ പാർസൽ ചെയ്യുക. ചില സമയത്ത് നമ്മൾ കൂടെ പോകും, സാധനത്തിൻ്റെ കൂടെ ഞങ്ങളും പോകും. പിന്നെ അങ്ങപ്പോൾ ഇങ്ങനെ. പക്ഷേ ഈ ബിസിനസ്സുകൾ
ഒരർത്ഥത്തിൽ പരാജയപ്പെടുകയായിരുന്നു. അല്ല, ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും പരാജയമല്ലായിരുന്നു. പിന്നെ ഞാൻ ആ സമയത്ത് വല്ലാണ്ട് നമുക്ക് ഇങ്കൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന്. ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഭയങ്കര അടിപൊളി ഇങ്കാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മളെ മൈൻഡ് വേറൊരു ഇതിലോട്ട് പോയിട്ട് ആ പൈസയാണ് ഞാൻ ഈ ബേക്കറിയിലും ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിതായപ്പോൾ സൈഡായി എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെയാണ് പ്രവാസത്തിലേക്ക് പ്രവാസിയായത്. എങ്ങനെയാണ് പ്രവാസിയായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ നാട്ടിൽ. അപ്പോൾ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ആയപ്പോൾ ആഴ്ചയിൽ 1-2 അല്ലെങ്കിൽ മാസത്തിൽ 2-3 പരിപാടി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക, വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഇല്ലല്ലോ. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ 2 ദിവസം പണിക്ക് പോകുന്നു, ഒരാഴ്ച വന്ന് കിടന്നുറങ്ങുന്നു, 2 ദിവസം പണിക്ക് പോകുന്നു, ഒരാഴ്ച വന്ന് കിടന്നു. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇവൻ ഇതെല്ലാം പഠിച്ചിട്ട് ഇവന് ഒരു പണിയും ഇല്ല ഇതും ഇല്ലാണ്ട് ഇങ്ങനെ കിടന്നുറക്കാണ്. അപ്പോൾ ഉമ്മ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ മോനെ എഴുന്നേക്കടാന്ന് പറയുമ്പോൾ തന്നെ ഉമ്മ പറയാം, എടാ എനിക്ക് ഓൻ വിളിക്കുന്നില്ല, ഓൻ്റെ പേരം ബഹ്റൈനിൽ പോയിക്കൂടെ, അല്ലേ മറ്റോൻ വിളിക്കുന്നില്ല, ഓൻ്റെ പേരെ ഖത്തറിൽ പോയിക്കൂടെ, ഇനി ഓനെ നോക്കിയാൽ ഇവനെ നോക്കിയാൽ മറ്റവനെ നോക്കിയാൽ ഓനെ അതാക്കി ഇതാക്കി അങ്ങനെ പറഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പോവാന്നുള്ളതിൽ. പക്ഷെ ബഹ്റൈനിലെത്തിയിട്ട് ആദ്യം ബിസിനസ് ആണോ അല്ലെങ്കിൽ അല്ലല്ല, ബഹ്റൈനിലെത്തിയിട്ട് ആദ്യം ഞാൻ ബഹ്റൈനിൽ വന്നതിന് വേറൊരു കഥയാണ്. അപ്പോൾ എൻ്റെ ഏട്ടൻ ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് നടത്താം. അപ്പോൾ ഏട്ടൻ മനസ്സിൽ കണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് ആ സമയത്ത് ഒരാൾ ഒരുമിച്ച് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണല്ലോ. അപ്പോൾ ഏട്ടൻ വിചാരിച്ചു ഇവൻ വന്ന് നോർമലി ബഹ്റൈനിൽ ആ സമയത്ത് അങ്ങനെയൊന്നും ഒരുപാട് ആൾക്കാർ വരുന്ന് അവർക്കൊന്നും ജോലി കിട്ടാണ്ട് തിരിച്ചു പോകാൻ അങ്ങനെയുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ഏട്ടൻ കരുതി ഇവൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഇവിടെ തന്നെ നിൽക്കും, ഇവന് ജോലിയൊന്നും കിട്ടില്ല എന്നുള്ളതിൽ നിന്നാണ്. അപ്പം എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തിരിഞ്ഞളിക്കുന്ന പരിപാടി നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരെ നടക്കാത്ത പരിപാടിയാണ്. നമുക്കിങ്ങനെ പറന്ന് നടക്കണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ കുറച്ച് ഒരാഴ്ച അവിടെ നിന്ന് ഞാൻ പിന്നെ സ്വന്തമായിട്ട് ജോലി വേറെ ട്രൈ ചെയ്യൽ തുടങ്ങി. 1-2 ജോലി കിട്ടി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ടൈമിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നം. പിന്നെ അത് ഒഴിവാക്കിയപ്പോഴാണ് പിന്നെ ഒരു ദിവസം ഒരു വ്യാഴാഴ്ച ഉച്ചയ്ക്കുണ്ട് എന്നെ ഒരു HR വിളിക്കുന്നു, ഇങ്ങനെ ഒരു വാക്കൻസി ഉണ്ട്, ഇൻട്രസ്റ്റഡ് ആണെന്ന്. അത് പ്യൂർലി ഇ-കോമേഴ്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞാൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ഇന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന് വരാൻ പറ്റുവാണെങ്കിൽ വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല, വരാൻ ബുദ്ധിമുട്ടാണ്. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ സാറ്റർഡേ സൺഡേ മോർണിംഗ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. ഞാൻ പോയി രാവിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അന്നേരം നമുക്ക് അങ്ങനെ ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും ഇതാക്കിയിട്ട് അറിയില്ല. പിന്നെ ബഹ്റൈനിൽ പുതിയതാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നോട് പറഞ്ഞു നിനക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആ ഇൻ്റർവ്യൂയോട് കൂടി ജോയിനായി. അവിടെ ഈ പറഞ്ഞ പോലെ ആവറേജ് സാലറി ഒക്കെ ആയിരുന്നു. അമ്മാതിരി പണിയും ഈ എന്താ പറയുക, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ആ രീതിയിലുള്ള പണി തന്നെ. രാത്രി 1 മണി വരെയൊക്കെ പണിയെടുത്തിട്ടുണ്ട് അവിടെ. ഒരുപാട് പണി തന്നെ, നമുക്കൊന്നും എഴുന്നേക്കാനുള്ള സമയമില്ല. ഇ-കോമേഴ്സാണ്, ഈ ലോജിസ്റ്റിക്സൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അനങ്ങാൻ പറ്റില്ല. അവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അവിടെ 1-2 വർഷം, അവിടെ 3 വർഷം. പിന്നെ കൊറോണയുടെ സമയത്ത് അവിടുന്ന് ഞാൻ തന്നെ എന്ത് ചെയ്തു, ഭയങ്കര പ്രഷറല്ല, കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. വർക്ക് ചെയ്യാൻ മീൻസ് ഫുള്ള് ബിസി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് ഫുള്ള് എൻഗേജ്ഡ് ആയിരിക്കണം. അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ പിന്നെ നമുക്ക് താല്പര്യമുള്ള വർക്കും കൂടി ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം എന്നുള്ളതായിരുന്നു ഇതിനേക്കാൾ ഉപരി. സാലറി ഒന്നും മെയിനല്ല, സംഗതികൾ. കാരണം നമ്മൾ ഒരു തവണ മുമ്പ് ചെയ്ത് പരാജയപ്പെട്ട സാധനമാണ്. അവിടെയുള്ള ടീം എന്ന് പറഞ്ഞാൽ ഫുൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ മൈക്രോസോഫ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇ-കോമേഴ്സിനെ കുറിച്ച് നല്ലൊരു ബേസ് അവിടെ നിന്നാണ് ഇ-കോമേഴ്സിനെ കുറിച്ച് ഇതെന്താണ്, എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ മനസ്സിലാക്കിയത്. പിന്നെ സ്വന്തം ബിസിനസ്സിലേക്ക് എത്തുന്നത് പിന്നെ എങ്ങനെയാണ്? അല്ല, അതിനുശേഷം ഞാൻ ഇ-കോമേഴ്സ് മാത്രം പോരല്ലോ, വേറെയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ വേറെ ഒരാളെന്ത് ചെയ്തു, ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരാൾ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, നീ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1-2 തവണ അയാൾ ഓഫർ തന്ന്. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഇനിയൊരു ജോലിക്ക് തന്നെ പോകാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല എന്നുള്ളതിൽ സംസാരിച്ചു. പിന്നെ ആ സമയത്ത് കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വേറെ ഒരു കാര്യം നടക്കില്ല. അത് നമ്മുടെ കാര്യം മാത്രമല്ല, വീട്ടിലെ കാര്യം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഇപ്പം ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേങ്കിൽ ആ 1-2 അപ്പം തന്നെ എന്ത് ചെയ്തു, ഒരു 2-3 മാസം ഞാൻ വെറുതെ ആയിരുന്നു കൊറോണ സമയത്ത്. അതിനുശേഷം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്
അതൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എത്ര നാൾ നിൽക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ജോയിൻ ചെയ്തത്. പക്ഷേ കുറച്ച് കാലം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരുപാട് സ്റ്റാർട്ടപ്പുകളൊക്കെ വന്ന്, സ്റ്റാർട്ടപ്പ് എക്സാക്ട്ലി സ്റ്റാർട്ടപ്പ് അല്ലാണ്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളല്ല, അതിന് ആ പല രീതിയിലുള്ള പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് പിന്നെ ടെക്നോളജീൻ്റെ ഒക്കെ ഇതിൽ ആ ഒരു ഇതുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പോൾ കറക്റ്റ് സമയമാണ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1-2 മാസം ലീവ് എടുത്തിട്ട് ഇതിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ്റെ സമയത്ത് ഇതിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഗ്രാജുവലി അതിലോട്ട് വന്നു. ഫസ്റ്റ് കസ്റ്റമറെ പിന്നെ കിട്ടിയത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ്, നമ്മൾ ഫസ്റ്റ് ഒരു ബിസിനസ് തുടങ്ങുന്നത് ഒരു കസ്റ്റമർ എന്നാണല്ലോ. ഒരു കസ്റ്റമർ. ആ കസ്റ്റമറെ മീറ്റ് ചെയ്തതും അതിൻ്റെ പിച്ചിങ്ങും ഒക്കെ എങ്ങനെയായിരുന്നു? ആ കസ്റ്റമറെ മീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ ജോലി ചെയ്ത കമ്പനിയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ചില ആളുകളായിട്ട് എനിക്ക് എന്ത് ചെയ്ത് കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടെ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ചില ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ചോദിക്കും, നമ്മളിങ്ങനെ പരിപാടി ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ട് പറയണം, സെയിം ഇ-കൊമേഴ്സ് ആണ് ഇതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കാം. അപ്പോൾ ആൾക്കാർ അതെയോ ഓക്കെ നമ്മൾ ചെയ്യാം നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി വിടും. അങ്ങനെ ചെയ്ത് ഒരുപാട് ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തു. ഞാൻ വെറുതെ പേഴ്സണലി ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ പോയി മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ഒരുപാട് ആൾക്കാരെ. അങ്ങനെയുള്ള ഒരു കസ്റ്റമറാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ എന്നൊരു കാര്യം ചെയ്യും, ഞാൻ റിക്വയർമെൻറ്റ്സ് അയക്കാം, നിനക്ക് സാധനം ഉണ്ടെങ്കിൽ നീ അത് ഡെലിവറി ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ അവരയച്ച സാധനം നമുക്കിത് ഇതറിയില്ല ഇത് ആരാണ് എവിടുന്നാന്നുള്ളത്. പക്ഷേങ്കിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു, എന്ത് സാധനം ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടുന്നേലും തപ്പിയിട്ട് ഇനിയിപ്പോൾ 10 രൂപ നമ്മളെ പോക്കറ്റിൽ നിന്ന് പോയാലും പ്രശ്നമില്ല, ആ കസ്റ്റമറെ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് ഒരു വാശിയായിരുന്നു. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേങ്കിൽ ഈ കസ്റ്റമറെ നമുക്ക് ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് അതൊരു വാശിയായിരുന്നു. അത് ഇൻ കേസ് നമുക്ക് നഷ്ടം വന്നാലും അത് ചെയ്യണം എന്നുള്ളത്. ഏതൊക്കെ പ്രൊഡക്ട്സ് നമ്മൾ കൊടുത്തത്? അത് മെയിൻലി ഗ്രോസറി, പിന്നെ ഈ ടോണേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കോർ പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിൽ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഗ്രോസറി സ്റ്റേഷനറിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് സേഫ്റ്റി ഉണ്ട്, പവർ ടൂൾസ് ഉണ്ട്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ. ഓഫീസ് സപ്ലൈ എന്നുള്ള ഫ്രെയിമിലല്ല ഉള്ളത്? അല്ല. ഓഫീസ് സപ്ലൈസ് എന്നുള്ള അത് ഇതിൻ്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ് ഓഫീസ് സപ്ലൈസ് എന്നുള്ളത്. ഓഫീസ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇവർ ഓഫീസ് സപ്ലൈ നോർമലി എല്ലാവർക്കും പെട്ടെന്ന് മൈൻഡിൽ വരുന്ന സ്റ്റേഷനറി. നമ്മളതല്ല. നമ്മുടെ ഒരു ഇതെന്താ പറയുക, നിങ്ങളുടെ കോർ ബിസിനസ് അല്ലാതെ നിങ്ങൾക്ക് ഓഫീസ് എസെൻഷ്യലായിട്ട് റിക്വയർമെൻറ്റ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഈവൻ ചെയർ നിങ്ങൾക്ക് ഓഫീസിൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഇത് കാറ്റഗറി എന്താണ്, ഫേർണിച്ചറാണ്. ഓക്കെ, നിങ്ങളുടെ പാൻട്രി ഐറ്റംസ് അത് നിങ്ങളുടെ കോർ ബിസിനസ് അല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അതാണ് മെയിൻ. ഇതിൽ പിന്നെ തുടങ്ങി ഇപ്പോൾ ഏത് വർഷം തുടങ്ങിയെന്ന് പറഞ്ഞു? ഞങ്ങളുടെ സ്വന്തം ലൈസൻസിൽ സ്റ്റാർട്ട് ചെയ്തത് 2023 നവംബറിലാണ് എൻ്റെ സ്വന്തം പേരിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ തുടക്കത്തിലുണ്ടായ ഒരു സ്ട്രഗിൾസും ഉണ്ടായിട്ടുണ്ടാവും. അത് കുറച്ച് ക്ലീശയാണ്, പക്ഷെ എന്നാലും ഭയങ്കര സ്ട്രഗിളായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, നമ്മൾ ഈ ഫുൾ എയറിലാണ്, പ്രോപ്പർ ക്യാപിറ്റൽ ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഒന്നുമില്ല. ആ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഒരു 7 months വല്ലാതെ സ്ട്രഗിൾ ചെയ്തു. 7 months സാലറി ഇല്ല, റെൻറ്റ് കൊടുക്കണം. ഫൗണ്ടർക്ക് സാലറി ഇല്ല, സാലറി ഇല്ലയെന്ന് മാത്രമല്ല ചിലവിന് തന്നെ പൈസ ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ ലൈസൻസിൻ്റെ ഒക്കെ ഇ-കൊമേഴ്സ് ലൈസൻസ് ആയതുകൊണ്ട് ഇവിടെ ഇത് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഈ ലൈസൻസ് റെഡി ആവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് ചെയ്യാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ഈ ലൈസൻസ് റെഡി ആവാൻ വേണ്ടി ശരിക്ക് 7-8 months വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ 8 months കച്ചവടം ചെയ്യാൻ പറ്റില്ല, വേറെ എടുത്ത് ജോലി ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിൽ പണിയായിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ സ്വയം പണി 7ാം ക്ലാസ് മുതലേ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈ 2 മാസം 3 മാസം സ്കൂൾ അടക്കുമല്ലോ, ആ സമയത്ത് ചെന്നൈയിലൊക്കെ പോയി വർക്ക് ചെയ്യും. ഈ ബാഗ് കമ്പനിയിൽ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ വർക്ക് ഇതൊക്കെ ഉണ്ടല്ലോ. 7ാം ക്ലാസ്സിലോ? 7ാം ക്ലാസ്സില്ല, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. 7ാം ക്ലാസ് മുതൽ ഗ്രോസറി അനാദി കടയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട് ഒരു പുഴയുടെ സൈഡിലാണ്, ഇരിക്കൂർ പുഴയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡിലാണ്. അപ്പോൾ നമുക്കൊന്നിനും പേടിക്കണ്ട, ഒരു ജോലി ഇല്ലെങ്കിലൊന്നും നമുക്ക് ടെൻഷനില്ല. ഒന്നുമില്ലെങ്കിൽ രാവിലെ ചൂണ്ടയും കണ്ണി എടുത്തിട്ട് പോയ മീനെ കിട്ടും. ഇനി അല്ലെങ്കിൽ മണലുണ്ടാവും, മണൽ വാരി സൈഡിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ആരേലും പിടിച്ച് കഴിഞ്ഞാൽ അതിന് പൈസ കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അപ്പം 10ാം ക്ലാസ്സിൽ ചെന്നൈ പോയി. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചെന്നൈ പോയി. ആ സമയത്തൊക്കെ എനിക്ക് ഉമ്മ അങ്ങനെ വിട്ടോ? ഉമ്മ കിട്ടില്ല. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ പോകുന്ന എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട് ചെന്നൈയിൽ. അപ്പോൾ അവർ ഈ സെയിം ബാഗ് കമ്പനി ആയിരുന്നു. പിന്നെ ഈ ബാഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ജ്വല്ലറി ഉണ്ടല്ലോ, അവിടെയുള്ള ആ സമയത്തുള്ള ഫേമസ് ജ്വല്ലറികളാണ് OKJ, പ്രിൻസ്, ഇങ്ങനെയുള്ള ജ്വല്ലറികൾക്കൊക്കെ ഈ നമ്മൾ ഗീവ് അവേ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ജ്വല്ലറി പേഴ്സ്, ഷോപ്പേഴ്സ്, ഇതൊക്കെ ടൈലേഴ്സ് അടിക്കും. അതിൻ്റെ പുറകെ ഇങ്ങനെ നമ്മൾ മറ്റേ തട്ടാമാരൊക്കെ ഇരിക്കുന്ന ടൈപ്പ്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഇത് നൂല് വെട്ടുക, ഇത് പാക്ക് ചെയ്യുക, ഇതന്നെ പണി. രാവിലെ 8 മണിക്ക് എങ്ങനെ എണീക്കുകയെന്നറിയാം. ഒരു ഫ്ലാറ്റാണ്, ആ ഫ്ലാറ്റിൽ തന്നെ ഉറക്കം, ഭക്ഷണം കഴിക്കുക എല്ലാം അവിടെ തന്നെയാണ്. രാവിലെ 8 മണിക്ക് എഴുന്നേക്കൽ എങ്ങനെയാണെന്ന് അറിയാം. അതിൻ്റെ മെയിൻ ഒരാളുണ്ട്, ആൾ സ്വിച്ച് ഇടുമ്പോൾ റേഡിയോ ഭയങ്കര സൗണ്ടിൽ ഇങ്ങനെ റേഡിയോ ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി തുടങ്ങിയതാണ് അർത്ഥം. ഉടനെ തന്നെ ബാത്റൂമിലൊക്കെ പോയി ഫുള്ള് സെറ്റായി. നമ്മൾ ഏതെങ്കിലും ഒരു ടൈലറെ കീഴിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ആൾ മെഷീനിലിരിക്കും, നമ്മൾ മെഷീൻ്റെ ചോട്ടിൽ ഇരിക്കും. വരുന്നതിന് കണക്കായി അടുക്കി വെക്കുക, വെട്ട് അടുക്കി വെക്കുക. കത്രികയൊക്കെ ഒരു പ്രത്യേക ടൈപ്പിലാണ് പിടിക്കുക. വെട്ട് അടുക്കി വെക്കുക ഇത് തന്നെ. പിന്നെ അവിടുന്ന് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ ടൈഫോയിഡൊക്കെ വന്ന് നാട്ടിലേക്ക് വരേണ്ടി വന്ന്. ഇത് ഫസ്റ്റ് പോകുമ്പോൾ ഉമ്മക്കൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അതും ക്ലീശയാണ്, ഈ ടിക്കറ്റൊന്നും എടുക്കാണ്ട് കള്ളവണ്ടി കയറിപ്പോയി. പക്ഷേങ്കിൽ ആ സമയത്ത് ഈ ചെന്നൈയിൽ ഇതുണ്ട്, ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ അറിയാമല്ലോ, നമ്മുടെ ഈ കണ്ണൂരിൽ നിന്ന് വരുന്ന സാധനങ്ങൾ അവർ മറ്റവന്മാർ ഇട നിൽക്കും, ഏത് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പുറത്തൂടെ പോകേണ്ട വഴി അറിഞ്ഞുകൊണ്ട് നമ്മളതിൽ പാരീസിലായിരുന്നു ജോലി. പാരീസ് അറിയാലോ, 7 വെൽസ്, അവിടെയാണ് ജോലി. അപ്പോൾ അങ്ങനെ കയറിപ്പോയത്. പിന്നെ അതൊരു സ്ഥിരമായി. നാട്ടിൽ വരുമ്പോഴൊക്കെ വല്ലപ്പോഴും ടിക്കറ്റ് എടുക്കും. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇപ്പം E-commerce സ്റ്റോറാണ്. അതെ അല്ലേ? അതെ. E-commerceൽ ഈ പറഞ്ഞ E-commerce സ്റ്റോറല്ല, E-commerce മാർക്കറ്റ് പ്ലേസ് ആണ്. ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെയുള്ള ഈ ചെറുകിട ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മനാമയിലുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനാമയിൽ അറിയാലോ, പല സംഗതികൾ വിൽക്കുന്ന ഈ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു വിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ E-commerce അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ടെക്നോളജി ആയിക്കോട്ടെ, മറ്റുള്ള സംഗതികളായിക്കോട്ടെ അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൂടെ നമ്മുടെ ഇതിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്ന് ഷോപ്പിഫൈ മോഡലാണോ? ഷോപ്പിഫൈ മോഡലല്ല. ഷോപ്പിഫൈ ആകുമ്പോഴും അവർക്ക് എന്ത് ചെയ്യണം, ടെക്നോളജി ഒരാളെ അതിനുവേണ്ടി ഒരു IT റിലേറ്റഡ് അല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരാളെ വെക്കേണ്ടി വരും. പക്ഷെ അതുകൂടെ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ അവർക്കൊരു സർവീസ്, പിന്നെ അതിൻ്റെ E-commerce സർവീസ്, പിന്നെ അതൊരു മാർക്കറ്റ് സർവീസ് പ്ലേസ്. കൂടിയാണ്. അതെ, മാർക്കറ്റ് പ്ലേസ്. ഓക്കെ. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള നമ്മുടെ സ്വന്തം സൈറ്റ് ഉണ്ട്, സൈറ്റും സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഡെലിവറിയും കാര്യങ്ങളും. ഡെലിവറി ഞങ്ങളുടെ തന്നെ ഓൺ ഡെലിവറി ടീംസ് ഉണ്ട്, ഞങ്ങളുടെ തന്നെ ലോജിസ്റ്റിക്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ല, ഈ പറഞ്ഞ ടൈപ്പ് ബിസിനസ്സിന് അവർക്ക് വേണേൽ അവർ തന്നെ ഡെലിവറി അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇപ്പം നമ്മളിപ്പം മലയാളി യങ് ഓണ്ടർപ്രണേഴ്സ് ആരെങ്കിലും വന്നിട്ട്, ഇപ്പം ജെൻസിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഇപ്പം കുറഞ്ഞു വരുന്ന ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ, എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെ ഇപ്പം നാട്ടിൽ ആളുകൾ ഫുൾ സെറ്റാണ്, എങ്ങനെയൊക്കെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എല്ലാവർക്കും ക്ലിയർ ആണ്. ഒരു പ്രവാസത്തിൽ ബിസിനസ് തുടങ്ങുന്നവരോട് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവാസത്തിൽ ബിസിനസ് തുടങ്ങുന്നത്, എൻ്റെ വൈഫ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, നിങ്ങൾ ബിസിനസ് തുടങ്ങിയത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം വേണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ബിസിനസ് തുടങ്ങിയെന്ന് പറയും. പക്ഷെ സത്യത്തിൽ ഫ്രീഡം എവിടെ പോയി പുറത്തുനിന്നുള്ള ആളുകൾക്ക് തോന്നും, ഓൻ സ്വന്തം പരിപാടിയാണല്ലോ, ഓനക്ക് തോന്നിയ പോലെ പോയാൽ മതി, തോന്നുമ്പം വരാം, ഇനി ഇന്ന് പോകണമെന്നില്ലെങ്കിൽ ഇന്ന് പോകണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെയുള്ള ഇതായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങി പിന്നെ അതിൽ തന്നെ നിൽക്കുന്നതിനെ ബിസിനസ് എന്ന് പറയാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളെപ്പോഴും ഇതിനെങ്ങനെ വൈഡ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് ഫ്രീഡം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വളരെ ഓൾറെഡി ഈ പ്രവാസത്തിൽ ഒരു ഒറ്റപ്പെടലിന്റെ പിന്നെ ആ ക്ലീശ സാധനങ്ങളൊക്കെ ഉണ്ട്. ബിസിനസ്സുകാരനാകുമ്പോൾ ഒറ്റപ്പെടൽ ഉണ്ടാവില്ല. കാരണം ഒറ്റപ്പെടലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ലല്ലോ.
പിന്നെ എങ്ങനെ അല്ല കുടുംബങ്ങൾക്ക് അല്ലേ? ഫാമിലി പ്രശ്നമാണ്. പക്ഷെ അതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത്. പ്രത്യേകിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷം ആവുന്നേ ഉള്ളൂ. ഓക്കെ. പക്ഷെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് രീതിയിൽ പിന്നെ ചെയ്യുന്നത് വിജയിപ്പിക്കാൻ പറ്റും. ബഹ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മാർക്കറ്റാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ആക്സസ്, ഓക്കെ, ഇവിടുത്തെ മറ്റുള്ള സൗകര്യങ്ങൾ. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം GCC തന്നെ കമ്പയർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റാണ് ബഹ്റൈൻ. ഏതൊരു സാധനത്തിനും ഒരു സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് തന്നെ ഇങ്ങോട്ട് പറിച്ച് നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ബഹ്റൈൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അടുത്ത സ്കെയിലപ്പ് പ്രൊജക്ട്സുകൾ എന്തൊക്കെയാണ്? എൻ്റെ സ്കെയിലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആക്ച്വലി എൻ്റെ മനസ്സിലുള്ളത് ഇൻവെസ്റ്റേഴ്സ് ഇപ്പം ഫസ്റ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിനെ ഒന്നും കിട്ടാതിരിക്കുക. നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഐഡിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ, പക്ഷേ ഞാനുണ്ടല്ലോ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഒന്നും എനിക്ക് താല്പര്യമില്ല. സ്ട്രാറ്റജിക്കലായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മളുടെ കൂടെ കൂട്ടിയിട്ട്, കാരണം നമ്മളെക്കാൾ അറിവും കഴിവും അല്ലെങ്കിൽ നമുക്കറിയാത്ത പല മേഖലകളിൽ അറിവുള്ള കഴിവുള്ള ആളുകളാണ്. പക്ഷേ നമ്മളുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്ന ടീംസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഇനിയിപ്പോൾ അവർ ഒരുപാട് ക്യാപിറ്റലൊന്നും കൊണ്ടുവരണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഇൻവെസ്റ്ററായിട്ട് കണക്കാക്കാൻ. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഇപ്പോൾ പൈസക്ക് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആര് വേണമെങ്കിലും പൈസ തരാനൊക്കെ റെഡിയാണ്. പക്ഷേ അതിലെന്ത് ചെയ്യില്ല, താല്പര്യമില്ല. ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ സർവീസ് അങ്ങനെ എന്തെങ്കിലും? ഡൈവേഴ്സിഫിക്കേഷൻ ഒന്നും ഇപ്പോൾ ആലോചിക്കുന്നേ ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് തന്നെ ഇപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ ക്ലോസ് ചെയ്തല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ 1-2 വർഷം ഞാൻ വെറുതെ ഒന്ന് ഫിഗർ എടുത്ത് നോക്കിയപ്പോൾ പെർസെൻറ്റേജിൽ നോക്കുകയാണെങ്കിൽ അത് 480 എബോവ് ആണ് നമ്മുടെ ഗ്രോത്ത് പെർസെൻറ്റേജ് വൈസ്. ഈ നവംബർ 2023 ടു ടിൽ ലാസ്റ്റ് 2025 ഡിസംബർ ഗ്രോത്ത്. പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ ഷോപ്പുകൾക്ക് ബഹ്റൈനിൽ ഇപ്പോൾ എല്ലാ ഹുക്ക് ആൻഡ് കോർണറിൽ നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഇവർക്കൊക്കെ ഇപ്പം ഓഫ്ലൈൻ ഷോപ്പാണല്ലോ, ഓൺലൈൻ ഷോപ്പില്ല. അവർക്ക് ഓരോ ഷോപ്പുകൾക്കും നിങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ അതെ. ഇനി അങ്ങോട്ട് എല്ലാം ഓൺലൈനാണ്, ത്രൂ ഓൺലൈനാണ്. അപ്പോൾ ഈ പറഞ്ഞ ഷോപ്പുകൾക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കൊക്കെ പല പരിമിതികളുണ്ട് ഈ ഓൺലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ചെറിയൊരു മൊബൈൽ ഷോപ്പ്, അവർക്ക് ഇവിടെ സ്വന്തമായിട്ട് ഇ കോമേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓൺലൈനിൽ അവർക്ക് അവരുടെ പ്രോഡക്റ്റ്സ് വിൽക്കാൻ വേണ്ടി പറ്റൂ. ഓക്കെ. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇ കോമേഴ്സ് മാർക്കറ്റ് പ്ലേസ് ആയിട്ട് അവർക്ക് വേണ്ട ടെക്നോളജി പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ചെറുകിട ആളുകൾക്ക്. അപ്പോൾ അവർക്ക് അവരുടെ പ്രോഡക്ട്സ് പിന്നെ ഈ ഇതിലോട്ട് മാർക്കറ്റ് പ്ലേസിലൂടെ അവർക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം സംബന്ധിച്ചതിന് നന്ദി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.